അനന്തഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തൻ്റെ സൗഭാഗ്യത്തിൽ ഭാഗഭാക്കാകുവാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ എല്ലാ സ്ഥലങ്ങളിലും കാലങ്ങളിലും ദൈവം മനുഷ്യന് സമീപസ്ഥനായി വർത്തിക്കുന്നു. സർവശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നു. പാപം മൂലം ചിന്നിച്ചിതറിപ്പോയ മനുഷ്യരെല്ലാവരെയും സഭയാകുന്ന തൻ്റെ കുടുംബത്തിൻ്റെ ഐക്യത്തിലേക്ക് ദൈവം വിളിച്ചുകൂട്ടുന്നു. ഈ പദ്ധതി നിറവേറ്റാനായി കാലത്തിൻ്റെ തികവിൽ ദൈവം സ്വപുത്രനെ പുനരുദ്ധാരകനും രക്ഷകനുമായി ലോകത്തിലേക്ക് അയച്ചു. അവൻ്റെ പുത്രനിലും പുത്രനിലൂടെയും പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ദത്തുപുത്രരും അങ്ങനെ അവിടുത്തെ സൗഭാഗ്യ ജീവിതത്തിൻ്റെ അവകാശികളുമായി തീരാൻ വേണ്ടി മനുഷ്യരെ ദൈവം ക്ഷണിക്കുന്നു. ആമച്ചൽ അമലോത്ഭവ മാതാ ദേവാലയത്തിലെ KCVM അവതരിപ്പിക്കുന്ന ഫെയ്ത്ത് സർജറി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഓരോ നമ്പറും നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നാണ് നമ്മളെ ലക്ഷ്യം. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് 1-ാം നമ്പറാണ്. നമ്മൾ മനുഷ്യർ സാധാരണ സന്തോഷം പങ്കുവയ്ക്കാൻ ഇപ്പോൾ ഒരു പാല് കാച്ചോ ഒരു ജന്മദിനോ വരുമ്പോൾ എന്ത് ചെയ്യും? സാധാരണ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവരെ സുഹൃത്തുക്കളെയൊക്കെ നമ്മുടെ സന്തോഷത്തിലോട്ട് ക്ഷണിക്കും. ഇപ്പോൾ ഒരു പാല് കാച്ചാണെങ്കിലും ഒരു കല്യാണമാണെങ്കിലും നമ്മൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ ക്ഷണിക്കും. നമ്മൾ മനുഷ്യർ മറ്റുള്ളവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുമ്പോഴാണ് ആ സന്തോഷം പൂർണ്ണമായിട്ട് മാറുന്നത്. മറ്റുള്ളവർ വരുമ്പോൾ അവരുടെ അടുത്ത് കുശലാന്വേഷണമൊക്കെ നടത്തി അവരെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിക്കും. അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയും. അങ്ങനെ അറിയുമ്പം അവരെ കുറച്ചും കൂടെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ പറ്റും. അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായി വരും. ഇതിനാണ് നമ്മൾ മറ്റുള്ളവരെ പ്രധാനമായിട്ട് മറ്റു മനുഷ്യരെ നമ്മൾ ക്ഷണിക്കുന്നത്. ദൈവം നമ്മയും ഇത്തരത്തിലല്ലേ ക്ഷണിക്കുന്നത്? അതായത് ഒന്നും ഇല്ലായ്മയിൽ നിന്നും ദൈവത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള ക്ഷണമല്ലേ സൃഷ്ടികർമ്മം? അതെ, നമ്മൾ മനുഷ്യർ സാധാരണ നമുക്ക് എന്തെങ്കിലും സന്തോഷം വരുന്ന സമയത്ത് മറ്റു മനുഷ്യരുമായിട്ട് പങ്കുവയ്ക്കും. സ്നേഹത്തിന്റെ നിറകുണമായ ദൈവം തൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമിയിലെ ജീവജാലങ്ങളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക വഴി ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുകയും അതുവഴി ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യണം എന്ന ലക്ഷ്യത്തോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒരു മനുഷ്യന് ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരുവൻ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് പറയുന്നുവെങ്കിൽ അവൻ മനസ്സിലാക്കിയത് ദൈവത്തെ അല്ല എന്നുള്ളത്. കാരണം ഒരു മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണതയിലോട്ട് മനുഷ്യൻ എത്തണമെങ്കിൽ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കണം. ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടും. അങ്ങനെ അറിവ് ലഭിക്കുന്ന സമയത്ത് മനുഷ്യൻ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കും. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ആദ്യം നമ്മൾ ദൈവത്തെ കൂടുതലായിട്ട് അന്വേഷിക്കും. ദൈവത്തെ കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ദൈവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ ദൈവത്തെ നേരത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കും. പിന്നെ വീണ്ടും ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതായത് ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്ന് നമുക്ക് തോന്നുകയും നമ്മൾ വീണ്ടും ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇത് നടന്നുകൊണ്ടിരിക്കും. ഈ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത്.